ഹലോ, ഞങ്ങൾ ഇന്നിവിടെ വന്നേക്കുന്നത് ഒരു സ്പെഷ്യൽ സ്ഥലത്താണ്. നിങ്ങൾക്കത് മനസ്സിലായോന്ന് അറിയില്ല. ഇത് നിൽക്കണ കാണുമ്പോൾ തന്നെ പലർക്കും പിടിയിട്ടുണ്ടാവും ഇത് ഏതാ സ്ഥലം എന്നുള്ളത്. ഇത് ബോച്ചെ സ്റ്റോഡി പബ്. തെങ്ങമ്മ കയറാൻ നിൽക്കണുണ്ടോ ഒരാൾ? ഹലോ, ഇവിടെ ഇരുന്ന് ചൂണ്ടയിടുന്ന സംഭവമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ. ഇതിലൊക്കെ നമുക്ക് കുറച്ചേരൊക്കെ ഇവിടെ ഇരുന്ന് ചൂണ്ടയിടുന്ന ഇടാന്ന് പറഞ്ഞത്. ചൂണ്ടൊക്കെ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ഓരോ ഫാമിലി ഇതൊക്കെ ആയിട്ട് തിരിച്ച് വെച്ചേക്കാം. ഇനി നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് കറിയുടെ കാര്യം പറയാം. എല്ലാവരും ഉണ്ട്. ഞങ്ങളൊരു 10-20 പേരുണ്ട്. ഇവിടെയാണെങ്കിൽ നല്ല തിരക്കാണ്. നമ്മുടെ സീ ഫുഡെല്ലാം ലൈവായിട്ട് ഇവിടെ അടിച്ചു കിട്ടുന്നുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ. നല്ല തിരക്കുണ്ടോ? ഞായറാഴ്ച ആയിരുന്നു. നല്ല തിരക്കാണ്. ഇവിടെ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം അത് വരാനായിട്ട് എടുക്കും. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ ഇവിടെ ചൂണ്ടിടാനായിട്ട് ഒരാളിങ്ങനെ ഇട്ടോട്ടിക്കുന്നുണ്ട്. ആ പിടിക്കുന്ന മീൻ, ആദ്യത്തെ മീൻ കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ വറുത്ത് തരുമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു രക്ഷയില്ല. കുറച്ച് നേരമായിട്ട് ഇട്ടിട്ട് ഒരു അപ്പോൾ ആദ്യത്തെ ഒരു കുടം കള്ള് എല്ലാവർക്കും ഓരോ ട്രിപ്പ് വന്നു. അപ്പോൾ അതെ ആദ്യത്തെ കേസ് കഴിഞ്ഞ് താഴ്ത്തി വെച്ച് അടി കഴിഞ്ഞു കേട്ടോ. അതെവിടെ സ്ത്രീജനങ്ങളും അടിക്കുന്നുണ്ട്. ഒരാൾ നിന്ന് അടിക്കുന്നു. കുട്ടികൾക്ക് കള്ള് അലൗഡല്ല, അത് കാരണം കുട്ടികൾക്കില്ല. ഐറ്റംസ് എല്ലാം വന്നു. ചെമ്മീൻ, കപ്പ, കൂന്തൽ, പൊറോട്ട, ക്രാബ്, ഇതെല്ലാം നിറഞ്ഞ് ഇത് മീൻ കറി, തേങ്ങ ഇട്ട് ഉള്ള കറി, കൂന്തൽ ഫ്രൈ, ചെമ്മീൻ ഫ്രൈ. ഇതെല്ലാവരും വായ തോന്നിയ മാതിരി എല്ലാം പറഞ്ഞിട്ടുണ്ട്. വന്നത് ഇനി ഓരോന്നായിട്ട് തട്ടും. ഈ ക്രാബിൻ്റെ പീസൊക്കെ ഇങ്ങനെ വയർ കടിച്ച് പൊടിഞ്ഞിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റിങ് വരുള്ളൂ. കടിച്ച് പൊട്ടിയിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ്. ആണോ? ഇവിടെ പല്ലില്ലാത്തവർക്ക് പ്രശ്നമുള്ളത് കട്ട് ചെയ്ത് പൊട്ടിക്കാനായിട്ട് ഒരു സാധനം വെച്ച് തന്നിട്ടുണ്ട്. ഓരോ ടേബിളിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് പൊട്ടി ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വലിച്ച് തിന്നാം. മുളകിട്ട് വലിച്ചു അതിൻ്റെ സൈഡിലായിരിക്കുന്ന കേക്ക് വായ ഇതൊരു പുതിയ അതിഥി നമ്മുടെ കട്ടേക്ക് വന്നതാണ്. അതിന് നമ്മുടെ ഇവിടെ കൂട്ടി ചെത്താൻ മുകളിൽ കയറി മുകളിലൊരു കള്ള ഇങ്ങനെ കമ്പി വെച്ചിട്ടുണ്ട്. കാണാമോ? അപ്പം ഇങ്ങനെയാണ് ഈ കള്ള് ചെത്തി എടുക്കണ കളത്തിൽ വന്ന് വീഴുന്നത്. ഇങ്ങനെയാണ് അങ്ങനെ ചെത്തണ പുള്ളി മുകളിലേക്ക് ഇറങ്ങണം. പിന്നീട് വരുമ്പോൾ കയറുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചായിരുന്നു. ഹലോ, ഞങ്ങൾ പിന്നെ പുൽപ്പള്ളി ബീച്ചിലെ സീനറികളാണത്. ബോച്ചെ പബ്ബിലെ ആ വിശാലമായ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളത് ഇങ്ങോട്ട് പോകും. തൊട്ടടുത്ത് തന്നെയാണ്. അവിടുന്ന് ഒരു 8 കിലോമീറ്റർ ഉള്ളൂ പുൽപ്പള്ളി ബീച്ച്. ഇവിടെ ഞങ്ങൾ ജസ്റ്റ് വന്നപ്പോൾ ഏതൊരു ഫിലിമിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. ആൾക്കാർ ഇപ്പോഴാണ് മാറിയുള്ളൂ. എന്നാൽ പുൽപ്പള്ളി ഈ ബീച്ചിലെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയതാണ് ഈ കിടക്കുന്നത്. ആകെ 1-2 ദിവസം കണ്ട വർക്ക് ചെയ്തുള്ളൂ. പിന്നെ അത് കരക്ക് കയറ്റിയിട്ടേക്കാം. ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വളരെ വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് ഇനാഗ്രേറ്റ് ചെയ്തതാണ്. അത് കരക്ക് കിടക്കാം. അപ്പം ബീച്ചിലെ നടന്മാരാണ് ഈ വരുന്നത്. നടന്മാർ നടക്കുന്നത്
ഇതാണ് കുഴിപ്പള്ളി ബീച്ച്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല തിരയാണ്.